ഹായ്, എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വിശേഷ ദിവസമാണല്ലേ. അതായത് കർക്കിടക മാസത്തിലെ കർത്തവാവ് ബലിതർപ്പണ ദിവസമാണ്. നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി, നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് നോക്കിയപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് തോർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ക്ഷേത്രത്തിൽ ആദ്യം പോകണം. ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷം. ഇന്നാണ് നമ്മുടെ വാവുബലി. അതായത് ഹിന്ദുക്കളെല്ലാവരും അവരുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണം ഒരു ദിവസമുണ്ട്. ബലിതർപ്പണം ചെയ്യുന്ന ഒരു ദിവസം അതിന്നാണ്. ഇവിടെ നിറയെ ആൾക്കാർ ബലിതർപ്പണത്തിന് വേണ്ടി, അതായത് അവരുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടു. നിറയെ തിരക്കൊക്കെ ആയിരുന്നു. അതെല്ലാം കണ്ടു. ഇനി അടുത്ത് വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും വന്ന് ബലിയിടാൻ പറ്റില്ല. അതുകൊണ്ട് അമ്പലത്തിൽ അവർക്ക് വരാൻ പറ്റാഞ്ഞിട്ട് അവർ വീട്ടിൽ ആണ് ബലിതർപ്പണം ചെയ്യുന്നത്, അമ്മയും അച്ഛനും. പിന്നെ ഞാനിതെല്ലാം കാണാൻ വേണ്ടിയിട്ടും അമ്പലത്തിൽ രാവിലെ വന്ന് തൊഴാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ വന്നത്. ഇനി വീട്ടിലെ പോയിട്ട് സദ്യ എല്ലാം റെഡിയാക്കി, സദ്യ ഉണ്ടാക്കണം. എല്ലാം റെഡിയാക്കി പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇലയൊക്കെ ഇട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ വിഭവങ്ങളും വെച്ച് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ആണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു. പിന്നെ നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ അധികം പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും, അതൊക്കെ ഒരു കാഴ്ച തന്നെയല്ലേ. നമുക്ക് ഇനി വരുന്ന തലമുറകളൊക്കെ നമുക്ക് ഇതൊന്നും ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ അവർ ഇത്രയും നാൾ അവർ ഒരു മുടക്കവും വരാതെ ചെയ്യുന്നതാട്ടോ. അവരുടെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഈ ഒരു ദിവസം, അത് ഒരു മാസം മുമ്പേ പറയും. അവർ നോട്ട് ചെയ്ത് വയ്ക്കും കലണ്ടറിൽ, ഈ ദിവസമാണ് കർക്കിടകം ബലി വരണത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്, അവർ ഇത്രയും ഇപ്പം അപ്പൂപ്പന് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 83-84 വയസ്സായി. അപ്പോൾ ഇത്രയും കാലം അവരുടെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിക്കണം അല്ലേ. അപ്പോൾ അവർ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരുക്കങ്ങളും വലിയ ഒരുക്കങ്ങളും അല്ല, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ എള്ളും പച്ചരിയും കറുകപ്പുല്ലും ഒക്കെ ആയിട്ട് ആ രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ ബലി തർപ്പണം അല്ലെങ്കിൽ നമ്മൾ കർക്കിടക വാവ് ഇങ്ങനെ പറയുമ്പോഴും ഇതിൻ്റെ ഐതിഹ്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഞാൻ എന്നുവെച്ചാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇത് നമ്മുടെ പുരാണ ഇതിഹാസ പ്രകാരം പറയുന്നത് ആദ്യമായി ബലിതർപ്പണം ചെയ്തത് ശ്രീ പരശുരാമനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് വരുന്നത് ജമദഗ്നി മഹർഷി എന്നാണ്. ജമദഗ്നി മഹർഷിയെ കാർത്തിവീര്യൻ അർജുനൻ വധിച്ചതിനെ കുപിതനായ പരശുരാമൻ 21 തവണ ക്ഷത്രിയന്മാരെ മുഴുവൻ വധിച്ച ശേഷം ആ രക്തം കൊണ്ട് പിതൃതർപ്പണം ചെയ്തുവെന്നാണ് കഥകൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും തുടങ്ങിയത്. പിന്നെ കേരളത്തിൽ പിതൃതർപ്പണത്തെ ബന്ധപ്പെട്ട് ഏറ്റവും വിശേഷമായി പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഇല്ലം വല്ലം നെല്ലി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലം എന്ന് വെച്ചാൽ സ്വന്തം വീട്, വല്ലം എന്നാൽ തിരുവല്ലം, നെല്ലി എന്നാൽ തിരുനെല്ലി. ഇവിടെ എവിടെയായാലും കർമ്മത്തിന് സവിശേഷമാകും എന്നാണ് വിശ്വാസവും. അപ്പം സ്വന്തം വീട്ടിലായാലും പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് കുറച്ച് ആയവർക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഈ ബലിതർപ്പണം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും അങ്ങനെ രണ്ടുപേരും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണം ചെയ്തു. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതു വന്നതാണ്. ഇനി നമ്മൾ ഇന്നൊരു ദിവസം ഇവർക്ക് വേണ്ടിയിട്ട് സദ്യ ഒരുക്കുന്നുണ്ട്. സദ്യ ഒരുക്കി ഇലയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുക. പിന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ എന്നാണോ ബലിയിടുന്നത് അതിൻ്റെ തലേ ദിവസം ഒരുക്കലാണ്. ഒരു നേരം ആയിരിക്കും നമ്മൾ അരി ആഹാരം കഴിക്കുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാന്ധവ അന്യ ജന്മനീ ബാന്ധവ. കയ്യിലിരിക്കുന്ന പുഷ്പം എല്ലാം പിണ്ടത്തിന് മുകളിൽ വയ്ക്കുക.
ഇനി നമ്മൾ കുറച്ച് എള്ളെടുത്ത് പിണ്ടത്തിന് മുകളിൽ ഓം ആപാനി ജന്മാന്തരം കൃതാനിജ താനിതാനി വിനശാന്തി പ്രദക്ഷിണ പദേ പദേ ഓം യാനി യാനി ജപാപാനി. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി. അവിടെ ഒത്തിരി തിരക്കായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ അവരുടെ പിതൃക്കൾക്കായിട്ട് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനത്തെ കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടു കഴിഞ്ഞത്. നല്ല തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. സദ്യ ഒരുക്കലൊക്കെ കഴിഞ്ഞു. സദ്യയിൽ അച്ചാറും പച്ചടിയും കിച്ചടിയും തോരനും അവിയലും പരിപ്പും സാമ്പാറും പായസവും. ഇന്ന് കടലപ്രഥമനായിരുന്നു കേട്ടോ പായസമായിട്ട്. അത് അപ്പൂപ്പൻ്റെ സ്പെഷ്യലാണ്. പായസം അപ്പൂപ്പൻ നന്നായിട്ട് വയ്ക്കും. അതായത് കടലപ്രഥമൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് പണ്ടേ ഞങ്ങൾ പായസം ഈ വിശേഷപ്പെട്ട ദിവസങ്ങൾ, അതായത് എന്തെങ്കിലും പിറന്നാളോ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ അപ്പൂപ്പൻ്റെ ഈ സ്പെഷ്യൽ പായസമാണ് ഞങ്ങൾക്കിഷ്ടം. അധികം മധുരവും ഇല്ല. അവർക്ക് അധികം മധുരം വേണ്ടല്ലോ. അപ്പം വലിയ മധുരമായിരിക്കില്ല, പക്ഷേ ഒത്തിരി മധുരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി കുടിക്കാനും പറ്റും. അങ്ങനെ കടലപ്രഥമനായിരുന്നു ഇന്ന്. അപ്പോൾ അവർക്ക് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് 2 ഇല ഇടും നമ്മൾ. എന്നിട്ട് പിന്നെ ചോറും പരിപ്പുമാണ് ഞാൻ തന്നെ കേട്ടോ വയ്ക്കുന്നത് ഇവിടെ. പിന്നെ ഞാനും അപ്പൂപ്പനെ സഹായിക്കും. അമ്മൂമ്മയ്ക്ക് അങ്ങനെ കുറേ നേരം നിൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പൂപ്പ സഹായിക്കും. പിന്നെ വാവയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാം. പിന്നെ അവന് ഉറക്കും, കുറച്ച് നേരം ഉറങ്ങും. പിന്നെ കുറച്ച് നേരം കളിക്കുന്ന സമയത്ത് വേഗം പിന്നെ എനിക്ക് കുറച്ച് സ്പീഡുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, വേഗം ഉണ്ടാക്കും. അങ്ങനെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇവർ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ബലിതർപ്പണവും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആദ്യം രാവിലെ എണീച്ചു. അപ്പം ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കാപ്പിക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ചോറും എല്ലാം ഒരു 11 മണി 11:30 ഒക്കെ ആയപ്പോഴത്തേക്കെല്ലാം ആയി. അമ്മൂമ്മയുടെ അമ്മയും ഞങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. എനിക്ക് എനിക്ക് എത്ര വയസ്സെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ലൊരു അറിവാവുന്നവരെയൊക്കെ അമ്മ സാർ ഉണ്ടായിരുന്നു. അമ്മ സാറെന്നാണ് നമ്മൾ വിളിക്കുക. അമ്മൂമ്മയുടെ അമ്മ ഹെഡ് മിസിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ സാറെന്നാണ് വിളിക്കുക. അപ്പോൾ അപ്പൂപ്പൻ്റെ ഞങ്ങൾ കണ്ടിട്ടില്ല. അമ്മൂമ്മയുടെ അമ്മയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ആയിരുന്നു കുറച്ച് നാളൊക്കെ. അപ്പോൾ കുടുംബ വീട്ടിലായിരുന്നപ്പോൾ നമ്മളിവിടെയൊക്കെ ആയിരുന്നു. നമ്മൾ കുറച്ച് നേരം മാറി നിന്നതിന് ശേഷം പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും ഡോറ് ഒരു 3 തവണ തട്ടി വിളിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അകത്തേക്ക് കയറി വരിക. അതൊക്കെ ഓരോ പണ്ട് മുതലേ ഉള്ള വിശ്വാസമാണ് കേട്ടോ. എല്ലാം അവർ തന്നെയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്കിപ്പോൾ അറിയാം എന്താണ് കാര്യങ്ങളൊക്കെയെന്ന്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരെ പരിപാടിയൊന്നുമില്ല, മഴയല്ലേ, അതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും. ഒരു ചെറിയൊരു വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനവും ഉണ്ടെങ്കിലും രേഖപ്പെടുത്തുക കേട്ടോ കമൻറ്റിലൂടെ. So, bye from Exotic Valley YouTube channel.